ദീപൂട്ടാ, ആ പ്ലേറ്റ് എടുത്തിട്ട് പോ. എടാ നിന്നോട് കഴിച്ച പ്ലേറ്റ് എടുത്തിട്ട് പോവാൻ. ഇത്ര ദിവസം നീ പ്ലേറ്റ് കഴുകി വെക്കുമായിരുന്നല്ലോ, ഇപ്പൊ പെട്ടെന്ന് നിനക്ക് പറ്റിയത്? നീ കുഞ്ഞിനെ പറയണ്ട, ഞാൻ അവനോട് പറഞ്ഞ പ്ലേറ്റ് കഴുകാണ്ട് അവിടെ വെച്ചിട്ട് പൊക്കോളാം. അന്തമ്മ അവനോട് പ്ലേറ്റ് കഴുകണ്ടെന്ന് പറഞ്ഞേ? എടി, അവനൊരു ആൺകുട്ടിയല്ലേ, അവനെ കൂടെ ഒക്കെ ചെയ്യിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ആമ്പിള്ളേര് പ്ലേറ്റ് കഴുകി അവരുടെ കൈ ഒടിഞ്ഞു പോകും. ഇല്ലല്ലോ. ദീപൂട്ടാ, പ്ലേറ്റ് എടുത്തോണ്ട് പോ. ചേച്ചി കഴുകാൻ പോയിട്ടുണ്ട്, അവള് കഴുകി കഴിയുമ്പോ നീയും പുറകെ പോയി കഴുകുക. കേട്ടല്ലോ? അവൻ കുഞ്ഞല്ലേ, നീ അവനൊന്ന് വെറുതെ വിട്. ദിവ്യമോള് കുഞ്ഞാന്നപ്പോ അമ്മ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അവൾ ആ സിങ്കിനകത്ത് കൈയെത്താൻ പാകമായപ്പോ മുതൽ അവളെ കൊണ്ട് പാത്രം കഴിക്കുന്നു, ഈ വീട്ടിൽ അടിച്ചു വാരിപ്പിക്കുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കുഞ്ഞു കൊച്ചിനെ കൊണ്ട് എന്തിനാ അതൊക്കെ ചെയ്യിക്കുന്നതെന്ന്. അപ്പൊ അമ്മ എന്താ പറഞ്ഞേ? കുട്ടികളല്ലേ അതൊക്കെ പഠിച്ചിരിക്കണം. പെൺകുട്ടിയാകുമ്പോ പഠിക്കണം, ആൺകുട്ടിയാകുമ്പോ പഠിക്കണ്ട. അതെങ്ങനെയാകുമ്പോ ശരിയാവാം? നിങ്ങൾ മാത്രമേ ഇപ്പൊ നിങ്ങൾ എന്ത് പരിഷ്കാരം വേണം കാണിച്ചു, ഞാനുള്ളപ്പോ ഒന്നും പറ്റത്തില്ല ഇവിടെ. ഇന്നത്തെ കാലത്ത് ആമ്പിളാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വളർത്തുന്ന അമ്മമാരെ വേണം പറയാനായിട്ട്. അമ്മ വളരെ മനോഹരമായി വളർത്തി വഷളാക്കിയിട്ടാണല്ലോ ഒരാൾ എന്റെ കയ്യിൽ തന്നത്. അതൊന്ന് നേരെയൊക്കെ ഞാൻ കുറെ പാടുപെട്ടത്. അതുകൊണ്ട് എന്റെ മോനെ കിട്ടുന്ന ഒരു പെങ്കൊച്ചിന് ആ അവസ്ഥ വരുന്നത് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. പിന്നെ ഒന്നും അല്ലെങ്കിലും അവൻ ഒറ്റയ്ക്ക് നാളൊരു കാലത്ത് ജോലിക്കോ പഠിത്തത്തിനായിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വന്നാലും സ്വന്തം കാര്യം നോക്കാനെങ്കിലും അവൻ പഠിച്ചിരിക്കണ്ടേ. അല്ലാതെ ഇവിടെ ഏട്ടന് ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലായിടത്തും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ തട്ടിക്കളിച്ച പോലെ തട്ടിക്കളിക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ. ഇവിടെ ദീപൂട്ടിനെയും ദിവ്യേനെയും ഒരേപോലെ നോക്കുന്നത്, രണ്ടുപേർക്കും ഒരേപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്റെ മക്കളെ വേർതിരിച്ച് കാണാൻ പഠിച്ചിട്ടില്ല. എന്താണേലും ഏട്ടനെ മാറ്റിയെടുക്കാൻ ഞാൻ കുറച്ചൊന്നും അല്ല പാടുപെട്ടെ. അതെന്താണെങ്കിലും എന്റെ മോന്റെ കാര്യത്തിലുണ്ടാവരുന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അവനിപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് സങ്കടമൊക്കെ തോന്നിയേക്കാം, എന്നോട് ചിലപ്പോൾ ദേഷ്യം തോന്നിയേക്കാം. കുഴപ്പമില്ല, ഒരു കാലത്തും അവന് മനസ്സിലാവും ഞാൻ ചെയ്തു തന്നെയായിരുന്നു ശരി എന്നുള്ളത്. അമ്മ കഴിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി.